നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഒരർത്ഥത്തിൽ തുല്യ ദുഃഖിതരുടെ പോരാട്ടമാണിത്. പന്തും രോഹിത് ശർമ്മയും നേർക്ക് നേർ. അല്ല, ഈ രണ്ട് ടീമുകളും ഇപ്പോൾ 3 കളികൾ കളിച്ചിട്ട് ഒരേ ഒരു വിജയമാണുള്ളത്. 2 പോയിൻറ്റുകൾ മാത്രം. എം ഐയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളി വിജയിച്ചാണ് വരുന്നത് എന്നുള്ളൊരു ആത്മവിശ്വാസം കൊടുക്കും. പക്ഷേ ആ കളി വിജയിച്ചത് അവരുടെ സ്വന്തം മൈതാനത്ത് വാങ്കഡയിലായിരുന്നു. ഇതിപ്പോൾ ലക്നൗവിൻ്റെ മൈതാനത്ത് പോയി കളിക്കണം. കാര്യങ്ങൾ നേർവഴിക്കാകണമെങ്കിൽ രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് റൺസ് ഒഴുകിയേ പറ്റൂ. രോഹിത് റൺസ് അടിച്ചാൽ കളി ഏകപക്ഷീയമാകും, വൺ സൈഡഡ് ആകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ സമീപകാലത്ത് ആ ബാറ്റിൽ നിന്ന് അങ്ങനെ റണ്ണ് വരുന്നില്ല. അതിനൊരു പരിഹാരം കണ്ടാൽ സ്വാഭാവികമായിട്ടും മുംബൈക്ക് വലിയ ഒരു അഡ്വാൻറ്റേജായിട്ട് അത് മാറും. LSCയുടെ ഭാഗത്ത് അവർക്ക് ഒരു ശുഭപ്രതീക്ഷ ആകാശ് ദീപ് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആകാശ് ദീപിന് കഴിഞ്ഞ ഡിസംബറിൽ ബാക്ക് ഇഞ്ചുറി പറ്റിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തായിരുന്നു. ഇപ്പോൾ ഈ കളിക്ക് അദ്ദേഹം ഫിറ്റാണ്. അദ്ദേഹം ഓക്കെ ആണെങ്കിൽ ആവേശ് ഖാന് പകരം അദ്ദേഹം കളിക്കും. ഇപ്പോൾ ആവേശ് ഖാൻ 7 ഓവറുകളാണ് ഈ സീസണിൽ എറിഞ്ഞത്. 75 റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഒരു വിക്കറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആളെ റീപ്ലേസ് ചെയ്ത് ആകാശ് ദീപ് വരാനാണ് സാധ്യത. അപ്പോൾ ലക്നൗവിൻ്റെ ഒരു പ്രോബിൾ 12 നമ്മൾ പോയാൽ ഏഡൻ മാർക്രം, മിച്ചൽ മാർഷ്, നിക്കോളാസ് പൂറൻ, ഋഷഭ് പന്ത്, ആയുഷ് ബദോനി, ഡേവിഡ് മില്ലർ, അബ്ദുൽ സമദ്, ഷാർദുൽ താക്കൂർ, ദിഗ്വേഷ് ഷാത്തി, ആകാശ് ദീപ്, രവി ബിഷ്ണോയി. നമ്പർ 12 എം സിദ്ധാർത്ഥ് വരാനുള്ള സാധ്യത കാണുന്നു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കളിയിൽ റണ്ണൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു LSG. പക്ഷേ ബൗളിംഗ് പാളിപ്പോയിരുന്നു. ആകാശ് ദീപിൻ്റെ വരവ് അവരുടെ ബൗളിംഗ് കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. പിന്നെ നിക്കോളാസ് പൂറനും മിച്ചൽ മാർഷും ഒക്കെ മികച്ച ഫോമിലാണ്. മാർഷ് കഴിഞ്ഞ കളിയൊക്കെയെങ്കിലും അതിനു മുമ്പത്തെ 2 കളിയിലും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഏഡൻ മാർക്രം പതിയെ ഫോമിലേക്ക് എത്തുന്നു. ഇനി ഋഷഭ് പന്തിൻ്റെ ബാറ്റിൽ നിന്ന് റണ്ണൊഴുകുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടത്. അത് സാധിക്കുമോ കാത്തിരിക്കാം. എംഐയുടെ ഭാഗത്ത് ലക്നൗ സ്പിൻ ഫ്രണ്ട്ലി പിച്ച് ആണെങ്കിൽ അവരൊരു അഡീഷണൽ സ്പിന്നറെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മുജീബുർ റഹ്മാനെ അവർ ഇമ്പാക്റ്റ് സബായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പുറത്തു പോവുക വിൽ ജാക്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ 12 നമ്മൾ പോയാൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഓപ്പൺ ചെയ്യാൻ രോഹിത് ശർമ്മയും റിയാൻ റിക്കിൾട്ടൺ തന്നെയായിരിക്കും. രോഹിത് പാത്ര ഫോമിലല്ലെങ്കിലും റിയാൻ റിക്കിൾട്ടൺ തൻ്റെ ഫോം തിരികെ പിടിച്ചത് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടു. സൂര്യ നമ്പർ 3 വന്നാൽ തിലക് വർമ്മ നമ്പർ 4, ഹാർദിക് പാണ്ഡ്യ നമ്പർ 5, നമാൻ ധീർ നമ്പർ 6, നമ്പർ 7 മിച്ചൽ സാന്നർ, നമ്പർ 8 ദീപക് ചാഹർ, നമ്പർ 9 ട്രെന്റ് ബോൾട്ട്, നമ്പർ 10 അശ്വിനി കുമാർ. കഴിഞ്ഞ കളിയിലെ മിന്നും ബൗളറാണ്, അദ്ദേഹം ഉണ്ടാകും. നമ്പർ 11 നമ്മുടെ വിഘ്നേഷ് പുത്തൂരും ഇറങ്ങിയേക്കും. അങ്ങനെ വരുമ്പോൾ മുജീബുർ റഹ്മാൻ അവർക്ക് ഇമ്പാക്റ്റ് സബായിട്ട് ഉപയോഗപ്പെടുത്താനും പറ്റും. ഏതായാലും മുംബൈ വിജയം മാത്രം ലക്ഷ്യമിട്ടിറങ്ങുന്നു. മറുഭാഗത്ത് LSGയും അങ്ങനെ തന്നെ മികച്ചൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.